കരുനാക്ക് വളക്കലിടും. കുഞ്ഞുങ്ങളുടെ കാതുകുത്തലാകട്ടെ, നിശ്ചയമാകട്ടെ, കല്യാണമാകട്ടെ, വളകാപ്പാകട്ടെ, കൊച്ചിന്റെ 28 അങ്ങനെ എന്തും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്തു കൊടുക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും വിശ്വസ്തമായ സൗണ്ട് സർവീസ് കാലി സൗണ്ട്. നമ്മുടെ കാര്യം തീരുമെന്നാ തോന്നുന്നത്. നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. രാവിലെ കാലി ഉറക്കം എഴുന്നേറ്റപ്പോ അയ്യരല്ലേ കണി കണ്ടത്. അയ്യർക്ക് ഇപ്പൊ തന്നെ കിട്ടും. ശർമ്മേ, എന്താണോ അവിടെ നിന്ന് കോഷ്ടി കാണിക്കുന്നത്? ഇറങ്ങി വാടോ. എന്റെ പൊന്നുകാലം ഞാൻ എന്ത് ചെയ്യുന്ന? എന്തോന്ന് ചെയ്തെന്നാ ചോദിക്കുന്നതല്ലേ? രാവിലെ കാലി ഉറക്കം എഴുന്നേറ്റപ്പോ തന്റെ ഉടക്കത്തെ മോന്നയിലൂടെ കണി കണ്ടത്. നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആമ്പിളിഫയർ പടാന്ന് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിയത് തന്റെ ഓനെ മൂന്നാമ്പിളിലൂടെ. മര്യാദക്ക് 5000 രൂപയ്ക്ക്. ഞാൻ കാരണമാണ് പൊട്ടിത്തെറിച്ചത്. പിന്നെ ഞങ്ങള് കാരണമാണോ? ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കന്റെ കാലി. ആ കഥയൊന്നും ഇങ്ങോട്ട് വേണ്ട. പൈസ പല്ലടിച്ച് താഴെ ഇടണോ? ഇപ്പൊ എന്റെ കാശില്ല. എന്നാ ഞാൻ ഇതെടുത്തോണ്ട് കാലി 5000 രൂപയ്ക്ക് കൊണ്ട് എന്റെ പെണ്ണുമ്പള കൊണ്ടുപോകണം. ആർക്ക് വേണോടോ? എനിക്ക് ഈ വളയെ വേണ്ടത്. പണയം വെച്ചിട്ട് രസീത് കൊടുത്തേക്കാം. ആ രസീത് കാണിച്ച വള തിരിച്ചു തരുമോ? കാണിച്ചാലൊന്നും തരില്ല. പൈസ കൊടുത്തിട്ട് സേട്ടുന്റെ അടുത്ത് പോയി വള വാങ്ങിച്ചിട്ടു. ഓഹോ, അവനെ എഴുന്നേപ്പിച്ചപ്പോഴേ ഇത്രയും പ്രശ്നമോ? അതിന് വേറെ മാർഗമൊന്നുമില്ല. അടുത്ത സമയത്ത് ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതിന് വഴി കിട്ടിയില്ലേ? പിന്നെന്തിനാ പേടിക്കുന്നേ? എഴുന്നേറ്റാലും കഴുതേ തന്നെ കണ്ണു കാണണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് അവൻ എഴുന്നേറ്റെന്ന് കൺഫേം ചെയ്തിട്ടേ ഞാൻ വെളിയിൽ വരൂ. എടാ, നമ്മുടെ കാലിയെ രാവിലെ ഉറക്കമണിയിപ്പിക്കുന്ന കഴുതയാണ്. ആ വാങ്ങിയ കഴുത ഉറങ്ങിപ്പോയ എന്ത് ചെയ്യൂടാ? ആദ്യത്തെ ഏറിയിട്ടില്ല. ഇതിന് വലിയ കല്ലെടുത്തിട്ട് എറിയണോടാ. അയ്യോ, ഇതെന്നാ കല്ലടാ? ഇത് വെച്ചെറിഞ്ഞ ആ കഴുത അത്തുപോകല്ലേ? അടുത്ത കഴുതയ്ക്ക് എന്ത് ചെയ്യും? ഇത് കള. എന്നാ ശരി. വേറെ ഓ, കാലി എഴുന്നേറ്റ്. അയ്യേ, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കല്ലോ. ഗുഡ് മോർണിംഗ് കാലി. എന്താ ലേറ്റ് ആയത്? രാജ്മോഹന്റെ വീട്ടിൽ പോയി ലൈറ്റ് ഇടണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഒന്നും അല്ലെങ്കിൽ ഇത്രയും പ്രായമായല്ലോ. ഇതിപ്പോ ഈ കഴുതോട് പറഞ്ഞിരുന്നെങ്കിൽ പോയി ലൈറ്റ് ഇട്ടു വന്നേനെ. ആടി ആടി വന്നോളൂ 9:30 മണിക്ക്. ആട്ടിക്കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? ഇപ്പോഴും നല്ല ചുറുചുറുക്കാ. ഇന്നിപ്പോ കാര്യം ഞൊട്ടിയായിട്ട് വന്നിട്ട് എന്താന്ന് നീ ഒരു വാക്ക് ചോദിച്ചു? അതിനിപ്പോ ചോദിക്കാനുണ്ടോ? അടിച്ച് ഫിറ്റായിട്ട് ആരെങ്കിലും കഥയിൽ പോയി മുട്ടിയിട്ടുണ്ടോ? അവരെ അവസരം മേടിച്ചിട്ടുണ്ടാവും. ഇത് ഇയാൾ പറഞ്ഞു തന്നെ ഞങ്ങൾ അറിയണമെന്നുണ്ടോ? ഡെയിലി സംഭവിക്കുന്നല്ലേ? നിർത്തുന്നുണ്ടോ? വേറെ ഒരു പണിയില്ലാത്തോണ്ട് കാലത്ത് തന്നെ ഒച്ചപ്പാടുണ്ടാക്കുക. എന്തിനാ 100? ഞണ്ണണ്ടേ? നിങ്ങൾക്കല്ല ആ പാവം കഴുതയ്ക്ക്. അതേ കഴുതയ്ക്ക് തന്നെ. അതിനോട് ചോദിക്ക്, അതിന് എന്താ ആവശ്യം വെച്ചാൽ വാങ്ങിച്ചു കൊടുക്ക്. ബെസ്റ്റ് ബേക്കറിയിൽ നല്ല പിസ്സ വാങ്ങിച്ചു കൊടുക്കുക. അതിന് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ കഴുത. അങ്ങനെ കഴുതയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോ നൈസായിട്ട് നിങ്ങളും കൂടെ കഴിച്ചു. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഒരു തന്നെ പോലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കും കഴുതയ്ക്കും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ സാധിക്കില്ല. കഴുത നീ നോക്കിക്കോ, കാശിങ്ങിതാ, ഞാൻ പോയി ഞണ്ണാം. കാലി, മെയിൻ റോഡിൽ നിന്നുള്ള ട്യൂബ് തൊട്ട് ഇവിടെ മണ്ഡപത്തിലേക്കുള്ള ലൈറ്റ് വരെ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. എല്ലാ ജോലിയും തീർത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതുവരെ നയാ പൈസ വാങ്ങിക്കാതെ ഇത്രയും പരിപാടി ഇവിടെ ചെയ്തത്. പൈസ തന്നിട്ടേ ഇനി കണക്ഷൻ കൊടുക്കുന്നു പോയി പറ. അതെമോ, കല്യാണ പെണ്ണിന്റെ അച്ഛനെ കാണുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം അന്വേഷിക്കുന്നു. കല്യാണ മണ്ഡപത്തിൽ മൊത്തം നോക്കിട്ട് അയാളെ കണ്ടില്ല. മൈക്ക് എടുത്തിട്ട് അങ്ങനെ വിളിച്ച്. ഹലോ, മൈ ചെക്ക് 1 2 3. പ്രിയമുള്ള നാരായണൻ അവറുകളെ, മണ്ഡപത്തിന്റെ സമീപത്ത് എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ എത്രയും വേഗം മൈക്ക് സെറ്റ് ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് വരണമെന്ന് കാലി താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. കുഞ്ഞുട്ടി വിളിച്ചു മതി. എടോ നാരായണ, എവിടെ പോയിരിക്കടോ? ഇപ്പൊ ഞാൻ 1 2 3 എണ്ണുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ വന്ന് നിന്നിരിക്കണം. ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് അറിയാലോ. എന്തിനാടാ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ നാണം കെടുത്തുന്നേ? ഓ, നാണോ മാനൊക്കെ ഉണ്ടല്ലേ തനിക്ക്? മണ്ഡപത്തിൽ കയറുമ്പോ തന്നെ പൈസ തരണമെന്ന് പറഞ്ഞല്ലേ? എന്റെ എവിടെ? കല്യാണത്തിന് സംഭാവന വരുമല്ലോ. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിന്റെ പൈസ ഞാൻ തരുമല്ലോ. എന്താന്ന്? കല്യാണത്തിന് സംഭാവന? അതേ കാലി, എന്റെ 4 മക്കളുടെ കല്യാണത്തിന് ഇങ്ങനെ പ്ലാൻ ചെയ്താണ് അടിപൊളിയായിട്ട് സംഭാവന കിട്ടിയാൽ ഉടനെ എല്ലാം സെറ്റിൽ ചെയ്ത് പറഞ്ഞുവിടും. ഇത് സ്ഥിരം പരിപാടിയല്ലേ, ഒന്നും വിഷമിക്കാനില്ല കാലി. ഒന്ന് സമാധാനപ്പെട്. ഡോ, ഇതുപോലെ നാട്ടുകാരെ പിരിവിട്ട് കല്യാണം നടത്തലും ഭേദം ഒന്നാമത്തെ കുട്ടി ജനിച്ചപ്പോ തന്നെ തനിക്ക് പരിപാടി അവസാനിപ്പിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ? എല്ലാം ദൈവത്തിന്റെ കയ്യിലാന്നുണ്ട്, ശരിയാ. പക്ഷെ ഇത് ചെയ്തത് നീയാ ഉത്തരവാദി. ഇതല്ല, എനിക്ക് ശീലമായതാ. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ. കാലി വേഗം ഒന്ന് കണക്ഷൻ കൊടുക്കുന്നേ. മുഹൂർത്തത്തിനുള്ള സമയമായി. ഓ, ദേ വരുന്നേ. എന്നാ പിന്നെ എല്ലാം കൊടുത്ത് തൊലക്കേ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? കൊടുക്കടാ. പെണ്ണു വീട്ടുകാർ ആരെങ്കിലും പിരിവ് തരാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടെ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അതെ, താൻ എഴുതിക്കോ, ഞാൻ വാങ്ങിച്ചോളാം പൈസ. എനിക്ക് പിരിവ് തരാനുള്ളവർക്കെല്ലാം തരാം. ധാരാളമായിട്ട് തരാം. അരിക്കട സോമസുന്ദർ 1001 രൂപ. ഈ നാരായണന്റെ ബുദ്ധി കൊള്ളാം കേട്ടോ.
ഹരിക്കട സോമസുന്ദരം പെണ്ണ വീട്ടുകാർക്ക് വേണ്ടി 1001 രൂപ. കൊടുക്ക കൊടുക്ക കൊടുക്ക. ഒരു രൂപ മാത്രമല്ലേ ഉള്ളൂ ഇത്. നീ എന്താ വിചാരിച്ച 1001 രൂപ തരാന്ന് പറഞ്ഞിട്ട് 1001 രൂപ ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നാരായണ് 2 മാസം മുമ്പാണ് 1000 രൂപയ്ക്ക് അരി വാങ്ങിയത്. അത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ കാര്യം എനിക്കേ അറിയൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ 1 രൂപ തന്നിട്ട് 1001 രൂപ എഴുതാൻ പറഞ്ഞത്. എന്നാ ശരി. നീ അവനൊക്കെ വില പുള്ളിയാ. നിങ്ങൾ നോയിക്കൊണ്ടിരിക്കാതെ വായിക്കാൻ നോക്കുന്നേ. കാശിന്റെ പരിപാടിയൊക്കെ ശരിയാക്കി തരാം. എന്റെ വായി നോക്കി നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നേ. വായിക്കുന്നേ. ദാ വരുന്നു. എല്ലായിടത്തും ഒരുപോലെ തന്നെ പറഞ്ഞോണ്ടിരിക്കുമല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആരും ഇട്ട് പറയുന്നുമില്ല. എന്റെ അമ്മാവ താനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ദാ വരുന്ന ആളുടെ നിൽക്കുന്നു. വാ, വാ, വാ. തെക്കടുത്ത് ഡിക്സൺ 1011 രൂപ. തെക്കേടത്ത് ഡിക്സൺ 1011 രൂപ. എഴുത കാലി. സാർ, 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 ഇങ്ങോട്ട് വാ. 1011 സാർ. എന്തോന്ന് പൈസ? ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ചേട്ടാ? നാരായണേട്ട എന്റെ വീട്ടിൽ കല്യാണത്തിന് വന്നു. 1011 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞാനിവിടെ കല്യാണത്തിന് വന്നു. അതേ 1011 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. ഞങ്ങള് പരസ്പരം കാശൊന്നും കൊടുക്കില്ല. ഒരു സന്തോഷം. ആ, ഇരി, ഇരി, ഇരി. വേണ്ട, വേണ്ട. ആ, ദേ ക്യാഷുമായിട്ട് വരുന്നവരാ. സെബാസ്റ്റ്യൻ പറഞ്ഞു. നിങ്ങൾ സംഭാവന കിട്ടിയ എനിക്ക് പൈസ തരാന്നല്ല പറഞ്ഞു. ഇപ്പൊ കിട്ടിയ പൈസ നിങ്ങൾ മേളക്കാരനും മൈക്കാരനും എല്ലാം വീതം വെച്ചു വന്ന് നിൽക്കുമല്ലേ. ഇപ്പൊ ഞാൻ ഒരു പമ്പര വിഡ്ഢിയെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. എന്നെ പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് അടുത്ത ആഴ്ച തന്നെ നിങ്ങളെ പണയം വെച്ചാൽ ഒരിടത്തൊന്നും 1 രൂപ പോലും കിട്ടുകയല്ല. എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? നിങ്ങൾ ഇവിടുത്തെ വലിയ സംഭവം പണക്കാരനാ എന്നൊക്കെ. എടോ, കാശ് തരുന്നത് വരെ തന്റെ മകള് തന്റെ വീട്ടിൽ തന്നെ നിക്കട്ടെ, മനസ്സിലായോ? ബാക്കി കാര്യങ്ങളൊക്കെ തരാനുള്ളത് തന്നിട്ട് തീരുമാനിക്കും. എന്താ ഈ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ എന്റെ മോളുടെ ഭാവി ഭാവി നന്നായിരിക്കണമെങ്കിലേ പറഞ്ഞ വാക്കനുസരിച്ച് കാശ് തരണം. ഇല്ലെങ്കിൽ ഈ മൂതവിയെ എന്റെ വീട്ടിൽ കയറ്റുകയല്ലേ. തെണ്ടിയിട്ടെങ്കിലും താൻ കൊണ്ടുപോടോ പൈസ. വാക്കുകൾ അളന്നു മുറിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ പറ്റില്ല. നീ ആരടാ? ഞാൻ ആരായാലെന്തോ തനിക്ക് വേണ്ടത് കാശല്ലേ? എന്താ നീ തരുമോ കാശ്? അതേടാ ഞാൻ തരാൻ പോവാ. സ്ഥലം വേറെ ആയിരുന്നെങ്കിൽ നിനക്ക് തരാൻ പോകുന്ന ഈ സെറ്റിൽമെന്റിന്റെ സ്റ്റൈല് ഞാൻ മാറ്റിയേനെ. ഓർത്ത് പിരിക്കാൻ ഞാനെന്താ പിച്ചക്കാരനാ? അവരിതിലും ഭേദാടോ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നാണോ ഇല്ലാതെ പിന്നെയും ചോദിച്ചോണ്ടിരിക്കുക. തെരുവ് ദണ്ടികൾക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഒഴിവാക്കാറില്ലേ? ഈ നക്കാപ്പിച്ച തന്റെ കയ്യിലിരിക്കട്ടെ. ഡോ, ഇത് പൈസയല്ല, ഇവരുടെ കണ്ണുനീരിന്റെ വിലയാ. ഇനി മോതിരോ മാലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ പറഞ്ഞ് താൻ ഈ പെങ്കൊച്ചനെ ടോർച്ചർ ചെയ്തൊന്ന് ഞാൻ അറിഞ്ഞ പിന്നെ മോതിരോടാൻ തന്റെ വിരലും ഉണ്ടാവില്ല, മാലയിടാൻ തന്റെ ഈ കഴുത്തും ഉണ്ടാവില്ല. വെട്ടിക്കളയും ഞാൻ. പെങ്കൊച്ചനെ മര്യാദയ്ക്ക് നോക്കണോ? കാലി, വളരെ നന്ദിയുണ്ട് കാലി. എന്റെ കുടുംബത്തിന്റെ മാനം കാത്തു. നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ഗതി എന്തായനെ. നീ കാരണം അവൾക്കൊരു ജീവിതം കിട്ടി. നീ വിഷമിക്കണ്ട. നിനക്ക് തരാനുള്ള പണം ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നോളാം. ഒന്നും വേണ്ട നാരായണ. ഒന്നുമില്ലെങ്കിൽ ഒരു പെങ്കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. കിട്ടിയ കാശെല്ലാം വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ടച്ചിങ്സ് ഇല്ല. എന്താ സാർ ഇത്? നിങ്ങൾ 3 പേരുണ്ടല്ലോ. ഈ 2 ഗ്ലാസ് മതിയാവോ? അവൻ കുടിക്കാല. അപ്പൊ ഈ 3 എണ്ണം എന്തിനാ? ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കില്ലടേ. ഓഹോ, അയ്യോ, എന്താ സാറേ ഇത്? വെള്ളം ഒഴിക്കാതെ ഗുമാന്ന് കുടിക്കുന്നല്ലോ. ദാ ഇപ്പൊ നോക്കടേ, രണ്ടും ഇപ്പൊ മിക്സ് ആയില്ലേ. ഇനിയൊന്ന് പുലിക്ക് കൊടുത്താ സംഗതി ഓക്കെ. മിസ്റ്റർ മാമ പിറ്റ അതിനാ തോന്നുന്നത്. അതുകൊണ്ടാ മര്യാദക്ക് മിസ്റ്റർ അതൊക്കെ വിളിക്കണ്ടേ. അധികം മര്യാദ കൊടുത്താ ഇനി പ്രശ്നമാവും. മാമൻ അവർക്കില്ലേ, എനിക്കൊരു ചെറിയ ഡൗട്ട്. എന്നതാ? വെള്ളം അടിക്കുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിൽ 10 വിരലുകൾ ഉണ്ടായിരുന്നു. അത് വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെ 11 വിരലായി മാറി? കരി, നീ കടിച്ചിത്തിരി കൂടിപ്പോയി. അവന്റെ കയ്യ 10 പേര് മാത്രം. 11 ഉണ്ടെന്ന് ഞാൻ പറയുന്നു. പെറ്റ് വെക്കാൻ എന്റെ കയ്യിൽ എന്നാ ഉള്ളേ? ഒരു ക്വാർട്ടർ ബെറ്റ്. മാമ, അവൻ അടിച്ച് നല്ല പോക്കിറ്റിയായിട്ടിരിക്കുക. ധൈര്യമായിട്ട് പന്തയം വെച്ചോ. വെക്കാല്ലേ? ഓക്കെ. 1 ക്വാർട്ടറിൽ 2 ക്വാർട്ടറും വെച്ചു. നീ തോറ്റ ഞങ്ങൾക്ക് 2 പേർക്ക് ഹാഫ്. ഓക്കെ, നീ വിരലാണെങ്കിൽ ഓക്കെ. 1 2 3 4 5 6 7 8 9 10. 10 പറഞ്ഞു നോക്കട്ടെ. ആ, 10 9 8 7 6 6 + 5 എത്ര? 11. അതിനല്ലേ ഞാൻ പറഞ്ഞത്. അയ്യ, അത് സമ്മതിക്കില്ല. 1 2 3 4 5 6 7 8 9 10. 10 ഞാൻ എണ്ണി തരാം. 10 9 8 7 6 6 5 എത്രയാ? 11. അതിനല്ലേ ഞാനും പറഞ്ഞത്. 10 9 8